ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആശംസിക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രൊമോഷനൊന്നും അല്ല, അങ്ങനെ കാണരുത്. അവരാരും എനിക്ക് കാശൊന്നും തന്നിട്ട് പറയിപ്പിക്കുന്ന ഒന്നുമല്ല. എൻ്റെ ഒരു പ്രശ്നത്തിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായപ്പം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാനൊരു വീഡിയോ സ്റ്റാറ്റസ് ആയിട്ടിട്ടായിരുന്നു. പ്രതീക്ഷേട്ടൻ എൻ്റെ കാലയിൽ ഒരു സ്ലീവ് ഇങ്ങനെ കെട്ടിത്തരുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താണെന്ന്. അതിനേക്കാളും ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ബിജിക്കും പ്ലാന്റർ ഫാസിറ്റിസ് ഉണ്ടോ എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് ഒത്തിരി പേര് ഇത് അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് എനിക്കൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്. മാത്രമല്ല എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഈ ചോദിച്ചവർ ഇതെന്താണെന്ന് ചോദിച്ചവർ എൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു ഇതിന് എനിക്കൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. ഈ പ്ലാന്റർ ഫാസിറ്റിസിൻ്റെ വേദന എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു വേദനയാണ്. അത് കാലത്ത് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മളൊരു റെസ്റ്റിംഗ് പീരീഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് കാല് നിലത്തോട്ട് വെക്കുമ്പോഴത്തേന് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, ഒരു സപ്പോർട്ടില്ലാണ്ട് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നടന്നു കഴിയുമ്പോഴത്തേനും അത് മാറും കേട്ടോ, ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ അങ്ങനെ എനിക്ക് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ നടന്നിട്ടോ ഒക്കെ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പിന്നെ വേദന വരാൻ തുടങ്ങി. പിന്നെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാണ്ടായി. ഒരു ചുറ്റിക എടുത്ത് നമ്മുടെ ഉപ്പുറ്റിക്കിട്ട് അടിക്കുമ്പോൾ എങ്ങനെയാണോ വേദന, അതേ ഒരു വേദനയിലോട്ട് അത് എത്തി നിന്ന്. മരുന്ന് കഴിച്ചു, ഫിസിയോ എടുത്തു, തിരുമിപ്പിച്ചു, കുഴമ്പിട്ട് നോക്കി, ഈ ഫുഡ് മസാജ് റിഫ്ലെക്സോളജി അതൊക്കെ നോക്കി, പിന്നെ പെയിൻ കില്ലേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം നോക്കി, പിന്നെ എന്താ പറയുന്നത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കി. ഒന്നിലും എനിക്ക് കുറച്ച് നാളത്തേക്ക് ഒരു റിലീഫ് കിട്ടുമെന്നല്ലാണ്ട് ഇത് മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം നമ്മളിങ്ങനെ പോയി അവസാനം ഡോക്ടർ ഗതി കേട്ടിട്ട് പറഞ്ഞു ഓക്കെ ഇനി സർജറി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് നമ്മൾ ഈ ഒരു സാധനം പരിചയപ്പെടുന്നത്. നമ്മളിങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയായിട്ടും തപ്പിപ്പിടിച്ചെടുത്തതാണ് ഈ കോപ്രസിൻ്റെ ഒരു സ്ലീവ്. ഇതാണ് കേട്ടോ സംഭവം. കോപ്രസിൻ്റെ ഒരു സ്ലീവാണ്, ഒരു കംപ്രസ് പോലത്തെ ഇത് അത് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് നമ്മളിങ്ങനെ കാലയിലോട്ട് ഇട്ടിട്ട് ഇതിന് 2 വള്ളിയൊക്കെ ഉണ്ട്. അപ്പം അതിങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് അതിന് ഒരു നമ്മുടെ ഫേഷ്യക്ക് ഒരു സപ്പോർട്ടായിരിക്കും, അങ്ങനെ അവർ പറയുന്നത്. അപ്പോൾ ഇത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് അടുത്തൊരു വേസ്റ്റ് സാധനം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, ഇതൊരു നല്ലൊരു സാധനമാണ്. ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായി. ഞാൻ ഈ ഒരു ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു 1.5 മാസമായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു തവണ എങ്ങാനും ഗുളിക കഴിച്ചെങ്കിലായി, അല്ലാണ്ട് ഞാൻ ഗുളിക തൊട്ടിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അത്രയും കീപ്പോട്ട് പോയിരിക്കുന്ന ഒരു സമയത്താണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ എനിക്കിത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ നല്ലൊരു വേദനയ്ക്കൊക്കെ നല്ലൊരു ശമനമായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മാറി എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് രോഗത്തിൻ്റെ ഒരു തീവ്രതയ്ക്കും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഒരുപാട് പേർക്ക് പൂർണ്ണമായി മാറി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് മാറി എന്ന് ഞാൻ പറയത്തില്ല. ഒരു 70-75% ഒക്കെ എനിക്കൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ് ആവുന്നെങ്കിൽ യൂസ് ആവട്ടെ എന്ന് മാത്രം കരുതിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോ, ഞാൻ അറിയാവുന്നത് പറഞ്ഞുതരാം.